ഹായ്, വെൽക്കം ബാക്ക് ടു ഇമാനുവൽ വേൾഡ് ഓഫ് ഇംഗ്ലീഷ്. ഇന്ന് നമുക്ക് IELTS ടെസ്റ്റ് ഡേറ്റ് എങ്ങനെ ബുക്ക് ചെയ്യാൻ നോക്കാം. നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസ് ഇത് ആവശ്യപ്പെട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിന് വേറെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് നമ്മുടെ മൊബൈലിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ലാപ്ടോപ്പോ കഫേയിൽ പോകേണ്ട കാര്യം ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ മൊബൈലിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. പാസ്പോർട്ട് അടുത്ത് വെക്കണം കേട്ടോ. ഓക്കെ, നമ്മളിപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഗൂഗിളിൻ്റെ സെർച്ച് ബാറിൽ IELTS ബുക്കിംഗ് എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ IDPയുടെ വെബ്സൈറ്റ് വരുവേ. ഇതിനകത്ത് നമുക്ക് എന്ത് ടെസ്റ്റ് ടൈപ്പാണ്, ലൈക്ക് പെൻ ആൻഡ് പേപ്പറാണോ കമ്പ്യൂട്ടറാണോ പ്രിഫർ ചെയ്യുന്നതെന്ന് നമ്മളതവിടെ സെലക്ട് ചെയ്യുക. ഇത് അക്കാഡമിക് ആണോ ജനറൽ ആണോ സെലക്ട് ചെയ്യുന്നതെന്ന് നോക്കുക. അതുപോലെ നിങ്ങൾക്ക് ഏത് സിറ്റിയിലാണ് നിങ്ങൾ എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം ഇവിടെ കൊച്ചി ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അടുത്തുള്ള സിറ്റി ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, തുടർന്ന് നമ്മൾ അടുത്ത സ്ക്രീനിലോട്ട് പോവുകയാണ്. ഇവിടെ 2 കലണ്ടർ കാണാം. പെൻ ആൻഡ് പേപ്പറിൻ്റെ കലണ്ടറും ഉണ്ട്, അല്ലാതെ കമ്പ്യൂട്ടറിൻ്റെ കലണ്ടറും ഉണ്ട്. ഇതിൽ ഗ്രീൻ കളർ കൊടുത്തേക്കുന്നതിൽ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് ഏറ്റവും സൗകര്യപ്രദമായ ഡേറ്റ് എടുക്കാം. 15 ആണ് ഇവിടെ എടുത്തേക്കുന്നത്. നമുക്കിനി രജിസ്റ്റർ ചെയ്യാം. ഇത് രജിസ്ട്രേഷൻ്റെ ഫോമാണ്. ഇതിലെല്ലാം കറക്റ്റായിട്ട് കൊടുക്കുക. നമ്മുടെ ടൈറ്റിൽ കൊടുക്കുക, പേര്, ലാസ്റ്റ് നെയിം, ഇമെയിൽ, മൊബൈൽ നമ്പർ, പാസ്പോർട്ട് നമ്പർ, പാസ്പോർട്ടിൻ്റെ വാലിഡിറ്റി ഡേറ്റ് എന്ന് വരികയെന്നുള്ളത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ പാസ്പോർട്ട് അടുത്ത് തന്നെ വെച്ചേക്കണം കേട്ടോ. പാസ്പോർട്ടിൻ്റെ ഫോട്ടോ ആണെങ്കിലും മതി, അടുത്ത് വെച്ചിട്ട് കൃത്യമായിട്ട് തന്നെ അത് ഫില്ല് ചെയ്യണം, തെറ്റിക്കല്ലേ. അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്. ഇതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മയുണ്ടോ, ലൈക്ക് ഏതെങ്കിലും ഡിസബിലിറ്റി പോലെ ഉണ്ടോ, വിഷ്വലി ഇമ്പയർഡ് ആണോ, അല്ലെങ്കിൽ സ്പീക്കിങ്ങിന് ബുദ്ധിമുട്ടുണ്ടോ എന്നെല്ലാം ഉണ്ടെങ്കിൽ എസ് അടിക്കുക, അല്ലെങ്കിൽ നോ അടിക്കുക. തുടർന്ന് ടേംസ് ആൻഡ് കണ്ടീഷൻസ് നന്നായിട്ട് വായിക്കുക, ടിക്കറ്റ് കൊടുക്കുക, പ്രൊസീഡ് ചെയ്യുക. ഇപ്പോൾ രജിസ്ട്രേഷൻ്റെ 2ാമത്തെ ഫോമിലോട്ട് വന്നു. ഇവിടെ നമ്മൾ എന്ത് ഡോക്യുമെൻ്റാണ് കൊടുക്കുന്നത് എന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കണേ. ID ഡോക്യുമെൻ്റ് എന്താണ്, നമ്പർ തുടങ്ങിയ കാര്യങ്ങൾ, ടൈറ്റിൽ, നമ്മുടെ ഇമെയിൽ ഒന്നുകൂടെ കൺഫേം ചെയ്യുക, ഫോൺ നമ്പർ. തുടർന്ന് അഡ്രസ്സ് എഴുതാനൊരു കോളമുണ്ട്. ഈ അഡ്രസ്സ് കറക്റ്റായിട്ട് നമ്മുടെ അഡ്രസ്സ് തന്നെ കൊടുക്കുക. ബിക്കോസ് ടെസ്റ്റ് റിപ്പോർട്ടിൻ്റെ ചിലപ്പോൾ ഒരു ഫോം നിങ്ങളുടെ അഡ്രസ്സിലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അഡ്രസ്സ് കറക്റ്റായിട്ട് കൊടുക്കാൻ ശ്രമിക്കണേ. എല്ലാം കറക്റ്റായിട്ട് കൊടുക്കണേ. അതുപോലെ നിങ്ങളുടെ സിറ്റി, സ്റ്റേറ്റ്, പിൻ നമ്പർ, അപ്പോൾ പിൻ കോഡ് നമ്പറൊക്കെ ഓർത്ത് വെച്ചിട്ട് കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കണം. നിങ്ങളുടെ നാഷണാലിറ്റി, നിങ്ങളുടെ ലാംഗ്വേജ്, ഫസ്റ്റ് ലാംഗ്വേജ്, അതെല്ലാം അടിച്ചു കൊടുക്കണം. ഇപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ സിറ്റിയാണ് അടിച്ചു കൊടുത്തേക്കുന്നത്, അത് ഏത് സ്റ്റേറ്റാണ്, അതുപോലെ പിൻ നമ്പർ. തുടർന്ന് നമ്മുടെ നാഷണാലിറ്റി അത് സെലക്ട് ചെയ്യുക. ഫസ്റ്റ് ലാംഗ്വേജ് എന്താണെന്ന് സെലക്ട് ചെയ്യുക. നമ്മൾ എന്തെങ്കിലും ഒക്യുപ്പേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. ഇനി അതിനകത്ത് ഏത് ലെവലാണ്, എംപ്ലോയി ആണോ, എംപ്ലോയർ ആണോ, അല്ലെങ്കിൽ സ്റ്റുഡൻ്റ് ആണോ, അത് നോക്കുക. അതുപോലെ ഇതെന്തിനാണ് നമ്മൾ ടെസ്റ്റ് എടുക്കുന്നത് എന്നുള്ളത് പറയുക. ഹയർ സ്റ്റഡീസ് ആണെങ്കിൽ അങ്ങനെ. നമ്മൾ ഏത് കൺട്രിയാണ് നോക്കുന്നതെങ്കിൽ അത് അവിടെ എഴുതുക. എന്തിനാണ് ഇപ്പം നമ്മളിപ്പോൾ എവിടെയാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത്, അത് ഓപ്ഷണൽ ക്വസ്റ്റ്യൻ, അത് ആൻസർ ചെയ്യേണ്ട കാര്യമില്ല. ഇതെന്തിനു വേണ്ടിയാണ്, വാട്ട് കൈൻഡ് ഓഫ് എഡ്യൂക്കേഷൻ, അതുപോലെ എത്ര വർഷമായിട്ട് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നു, ഇത്രയും കാര്യങ്ങൾ എഴുതുക, സബ്മിറ്റ് ചെയ്യുക. തുടർന്ന് നമ്മൾ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുന്ന പേജിലെത്തി നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജ് ആദ്യം അപ്ലോഡ് ചെയ്യുക. തുടർന്ന് പാസ്പോർട്ടിൻ്റെ ലാസ്റ്റ് പേജ് അപ്ലോഡ് ചെയ്യുക. ഇതിനകത്ത് 1 MB കൂടാൻ പാടില്ല കേട്ടോ. അതിനകത്ത് എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ്, JPG, PDF, ഇതെല്ലാം ഏതാണെങ്കിലും ഇറ്റ് ഷുഡ് ബി
മാക്സിമം 1 MB. ഇനി നമ്മുടെ ഒരു റിവ്യൂ പോലെയാണ് നമ്മൾ ചെയ്തേക്കുന്ന എല്ലാ രജിസ്ട്രേഷൻ്റെ എല്ലാ ഫോമും ഒന്നുകൂടെ നോക്കുക. നമ്മൾ എഴുതിയേക്കുന്ന കാര്യങ്ങൾ കറക്റ്റാണോ നോക്കുക. നമ്മൾ കൊടുത്തേക്കുന്ന സ്പെല്ലിങ്സ് കറക്റ്റാണോ അതെല്ലാം ഇവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്കോ അല്ലെങ്കിൽ നമ്മൾ എഴുതിയേക്കുന്നത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഈ പേജിലാണ് നമ്മളത് ചെയ്യേണ്ടത്. തുടർന്ന് പ്രൊസീഡ് ടു പേ എന്ന ബട്ടണുണ്ട്. അതിൽ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പേയ്മെൻറ്റ് ഓപ്ഷൻസിലോട്ട് പോകുന്നതായിരിക്കും. അപ്പം നന്നായിട്ട് നോക്കുക എല്ലാം കറക്റ്റാണോ. ഓക്കെ, പ്രൊസീഡ് ടു പേ എന്ന് ഞെക്കിയപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ UPI ഉണ്ട്, നെറ്റ് ബാങ്കിങ് ഉണ്ട്, ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് ഉണ്ട്. അപ്പോൾ UPI ആണ് എടുക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേയ്മെൻറ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. അതിനുശേഷം പേ ചെയ്യുക. അതോടെ നമ്മൾ IELTSൻ്റെ ടെസ്റ്റ് ഡേറ്റ് ബുക്ക് ചെയ്തിരിക്കും. ഓക്കെ, സോ ഇപ്പം മനസ്സിലായില്ലേ എങ്ങനെ ചെയ്യേണ്ടത്? ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഇതൊക്കെ ബുക്ക് ചെയ്യാൻ. അപ്പം ഓൾ ദ ബെസ്റ്റ്. നല്ലൊരു എക്സാം ഡേറ്റ് ബുക്ക് ചെയ്ത് നല്ലതായിട്ട് എക്സാം എഴുതണം. തുടർന്ന് അടുത്ത വീഡിയോയിൽ നമുക്ക് ലിസ്ണിങ്ങിനെ പറ്റി പറഞ്ഞുതരാം കേട്ടോ.